ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അതേപോലെ ഇന്നത്തെ ദിവസം ആകട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കല്യാണ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയത്. എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ വിളിച്ചില്ല. എന്നെ വിളിക്കാതെ മുങ്ങിയവർ 7 മണിക്കേ പോയിരുന്നു. ഇപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ചോഴക്കോട് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിപ്പ് അടിച്ചവന്മാർ പോയി കഴിഞ്ഞു. ഇനിയിപ്പം അവൻ വരട്ടെ, വരുമ്പോഴത്തേക്കും കാണാം. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ചങ്കും ചങ്കിടിപ്പുഴ മാലിക്കിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. മാലിക്കിൻ്റെ പെങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ പെങ്ങൾ, അതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ നിന്ന് ഹൽദിയാണ് നടക്കുന്നത്. ഹൽദി ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നിനി വേറെ പരിപാടികളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഓട്ടം വന്നു കഴിഞ്ഞാൽ ഓട്ടം പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു കല്യാണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിൽ പോകാം. കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും സ്റ്റാൻഡിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇനി സ്റ്റാൻഡിലെത്തിയതിന് ശേഷം കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കാണ് മാലിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോവാം, വേറെ എന്തൊക്കെ പരിപാടികളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയില്ല, നേരെ കല്യാണ വീട്ടിലേക്ക് വന്നേക്കാണ്. രാവിലെ എന്നെ തേച്ചിട്ട് പോയ പുള്ളിക്കാർ തിരിച്ചെത്തി ഗൈസ്. അങ്ങനെ ഇന്നത്തെ പരിപാടിക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ പോയിട്ട് അവർ തിരിച്ചെത്തി കഴിഞ്ഞു. പോട്ടെ. എന്നിട്ട് ബൾബ് ഹോട്ട് സെയിൽ വയ്ക്കാനാ? അടയ്ക്കാം. ഡോറടച്ചു, അവിടെ കിടക്കട്ടെ. ഗോൾഡ് കൊണ്ട് എന്താണ്, ഭീമേന്നോ? ഭീമേന്ന് ടീംസ് എത്തിയതാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റേജ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റേജ് വർക്ക് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളെവിടെ നിന്നാണ്? AKM പുലിപ്പാറ. AKN പുലിപ്പാറ കല്ലറല്ലേ? ഇവരാണ് സ്റ്റേജ്, ബാക്കിയുള്ള പരിപാടികളെല്ലാം. ഇന്നത്തെ ഹൽദിക്കുള്ള പരിപാടികളാണ് ഈ കാണുന്ന സ്റ്റേജ്. നാളത്തേക്കുള്ള പരിപാടിക്ക് വേറെ സ്റ്റേജ് ആയിരിക്കും. അങ്ങനെ സ്റ്റേജ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. കൂട്ടത്തിൽ നമ്മുടെ ടേബിള് കാര്യങ്ങളൊക്കെ അതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഹൽദി എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി ഒരു 5 മണി 6 മണി ടൈമിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മുടെ മാലിക്ക് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരൊന്നും എത്തിയില്ല. എന്തായാലും പുതിയ അവിടെ അകത്ത് ഒരുങ്ങുകയെന്ന് വെച്ചാൽ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ആർച്ചുണ്ടല്ലോ, ഈ കയറിപ്പോകുന്ന വഴിയിൽ ലൈറ്റ് ഇടാനുള്ള പരിപാടി, അതിനുള്ള ആർച്ചിൻ്റെ പരിപാടിയാണ് ഈ നടക്കുന്നത്. എനിക്കിട്ട് തന്ന പണി ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. മാലിക്ക് തന്നെ ഊതി നിറയ്ക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഊതി നിറയ്ക്കുന്നതായിരിക്കും എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ നമ്മുടെ മാലിക്ക് ഊതുകയാണ്. ഊത്. ഈ ഹൽദി നെയ്തേക്കുന്ന ഇത്രയും സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഈ HALDI. എന്നിട്ട് എന്താണ്ട ഈ ഒരു ബലൂണുണ്ട്. ഊതറ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും കടയിൽ പോയി ഊതാം. വരട്ടെ എയറൊക്കെ പുറത്തോട്ട് വരട്ടെ. വയറിലെ എയറൊക്കെ അതിനകത്ത് ഊതി നിറയ്ക്കടാ. നിറയണില്ല. ചായ പറയട്ടാ? വെള്ളം. ക്ഷീണിച്ചിരിക്കുന്നു ഷന്നാഥ്. കണ്ണൊക്കെ തള്ളി, ഇപ്പം ശ്വാസം മുട്ടിച്ചാവും. ക്ഷീണിച്ചാടാ? അങ്ങനെ നമ്മൾ എല്ലാം നിറച്ച് കഴിഞ്ഞു. രണ്ടെണ്ണം നിറച്ചിട്ടിട്ട് പോയതാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ നിറച്ചു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് നിറച്ചു. ഇനി ബലൂൺ പെരുപ്പിക്കാൻ വേണ്ടി വന്നേക്കണമേ. എന്നാറാക്ക ബലൂണുണ്ട്, 2 ബലൂണുണ്ട്. പെരുപ്പിക്കട്ടെ? കുറച്ചുകൂടെ ആക്ക്. കാക്ക പോരടാ. ഈ അമ്പലത്തിൽ കയറി കണക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് അത് കയറിയേക്കണത് സ്റ്റേജിനകത്ത്. കുറച്ച് പൊക്കടാ. മതി. അങ്ങനെ എന്നെ കൊണ്ട് പണിയിടിപ്പിച്ച് നമ്മുടെ ഹൽദി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതെല്ലാ പരിപാടിയും കഴിയാറായപ്പോൾ ഒരു മഹാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. മൈക്കും പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സ്വർണ്ണക്കടക്കാരൻ. എവിടെടാ മഞ്ഞ ഷർട്ട്? എവിടെടാ?
എടാ സമയാവട്ടെ. സമയമാകുമ്പോ നീ കൊണ്ടുവരാൻ തോന്നി. സമയാവുമ്പം വരും. പറ്റൂല, പോയിട്ടെത്തുവാ. സമയാവുമ്പം വരും. ആദ്യം നീ പോയിട്ടിട്ട് വാ. നീ മൈക്കൊക്കെ എടുത്തിട്ട് ഒരു പാട്ടൊക്കെ പഠിക്കാൻ അങ്ങോട്ട്. സോറി ഗൈസ്. പാൽ മണക്കുത് പഴം മണക്കുത് പഴനിമലയിലെ എങ്ങും മുഴക്കിതാ പാടറാ. എന്നോട് സിംഗർ നൗഫലിന്റെ ആദ്യത്തെ പെണ്ണാണലാണ്. കൊട്രാ പെണ്ണിന്റെ പേരും കൂടെ ചോദിച്ചിട്ട് പോണേ. ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇഷ്ടപ്പെട്ടില്ല. പലഹാരം ഇല്ലാത്തന്നെ ഇഷ്ടപ്പെടാത്തത്. മതിവില്ലായിരുന്നു. അപ്പോൾ മാലിക്ക് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് അവൻ കുളിക്കാൻ. വരണവർക്ക് എല്ലാവർക്കും വെള്ളം കൊടുത്ത് നീ എല്ലാവരെയും സന്തോഷപ്പെടുത്തി അവിടെയുള്ള കസേരകളിലൊക്കെ പിടിച്ചിരുത്തണം കേട്ടല്ലേ. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരും. നീ പോവുകയാണല്ലേ. ഞാൻ ഇപ്പോൾ വരും, ഒരു അരമണിക്കൂർ. 100 വരെ എണ്ണതിനും കയറും. നീ 100 വരെ എണ്ണണമെങ്കിൽ നീ പതുക്കെ കാണാം. ഒരു 150 സ്പീഡ് കുറച്ചിട്ടാണ്. ആ അപ്പോൾ അത് ആ LT ഞാൻ കൂടെ കൊണ്ടുവന്നാണ്. എത്തി നീ വിളി അങ്ങോട്ടാ. അവ വീട്ടിൽ കിടക്കായിരിക്കുന്നു, കടയില്ല. അപ്പോൾ ആ കാണുന്ന കസേരയിലൊക്കെ പിടിച്ചിരുത്തിയിട്ട് വെള്ളം കൊടു. ബൈ ബൈ. നമ്മൾ നേരെ ചൊവ്വേ ചെയ്ത് വെച്ചിട്ട് പോയത് ഇത് ചെയ്യുന്ന ആൾ വന്ന് അത് തന്നെ ചെയ്ത് കുളമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം സമയം 7 മണിയായി. 6 മണി 5 മണി എന്നൊക്കെ പറഞ്ഞ പരിപാടി 7 മണിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ സ്റ്റേജെല്ലാം റെഡിയായി, കേക്കെത്തി. ഇനിയിപ്പം ബന്ധുക്കളെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പുതുമണവാട്ടി എത്തിക്കഴിഞ്ഞാൽ മതി. ഫ്രെയിമിനെ അലങ്കോലപ്പെടുത്താൻ മനാറാക്കായും മലക്കും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ മണവാട്ടി ഇറങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാരും പോയി ഇനി വീട്ടുകാരുടെ മാത്രമായിട്ടുള്ള ഡാൻസ് കളിയാണ് ഇവിടെ കാണുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് കേറി വന്നവനാണ് ഇവൻ. കോഴി, കള്ളക്കോഴി. ഇറങ്ങിപ്പോടാ. അങ്ങനെ ഇപ്പോൾ സമയം 9:20 കഴിഞ്ഞു. നമ്മുടെ ഹൽദി പരിപാടിയൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഇനിയിപ്പം വീട്ടുകാരുടെ കലാപരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്ലിപ്പൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, നാളെ എന്ന് വെച്ചാൽ മെഹന്തിയാണ്, തലയ്ക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും അങ്ങനെ ഒരു നല്ല ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്. അനീച്ചൊക്കെ വട്ടായി.